നമസ്കാരം. മൂത്രക്കല്ല് എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണിത്. എന്തൊക്കെയാണ് മൂത്രക്കല്ലിന്റെ ലക്ഷണങ്ങൾ? കല്ലിന്റെ വലിപ്പം, സ്ഥാനം, ചലനം എന്നിവയനുസരിച്ച് ലക്ഷണങ്ങളും വ്യത്യസ്തമായിരിക്കും. കല്ലുകൾ വൃക്കയിൽ തന്നെ ഇരിക്കുമ്പോൾ ലക്ഷണങ്ങളൊന്നും കാണിച്ചെന്നു വരില്ല. ഇറങ്ങി വരുമ്പോഴാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. വേദനയാണ് പ്രധാന ലക്ഷണം. പെട്ടെന്ന് പിൻഭാഗത്ത് വാരിയെല്ലുകളുടെ താഴെ നിന്ന് അടിവയറ്റിലേക്ക് വേദന പടർന്നു കയറും. മൂത്രത്തിന്റെ അളവ് കുറയൽ, മൂത്രത്തിൽ രക്തം കലരുക എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ്. മൂത്രാണുബാധയ്ക്കും അപൂർവമായി വൃക്കകളുടെ പ്രവർത്തന തകരാറിനും കല്ലുകൾ കാരണമാകാറുണ്ട്. കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതെ രോഗം ഗുരുതരമായി അണുബാധയായി മാറിയാൽ പനിയും വിറയലുമൊക്കെ ഉണ്ടാകാം. കല്ലുകൾ മൂലം മൂത്രസഞ്ചിയിലേക്കുള്ള മൂത്രത്തിന്റെ പ്രവാഹം കുറയുകയോ തടസ്സപ്പെടുകയോ ചെയ്യാം. ഇതിന്റെ ഫലമായി മൂത്രവാഹിനിയുടെ മുകൾഭാഗം വികസിക്കുന്ന ഹൈഡ്രോയൂറീറ്റർ വൃക്കകളിൽ നീർക്കെട്ട് അഥവാ ഹൈഡ്രോനെഫ്രോസിസ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. കല്ല് നീക്കം ചെയ്തില്ലെങ്കിൽ ആ ഭാഗത്തെ വൃക്കയുടെ പ്രവർത്തനം തന്നെ നശിക്കുന്നു. രോഗനിർണയം എങ്ങനെ? എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നീ പരിശോധനകളാണ് പ്രധാനമായും നടത്തുന്നത്. കാൽസ്യം കല്ലുകളുടെ സാന്നിധ്യം എക്സ്റേയിൽ കാണാനാകും. എന്നാൽ യൂറിക് ആസിഡ് കല്ലുകൾ ഇതിൽ കാണാനാവില്ല. CT സ്കാനിലാണെങ്കിൽ ഭൂരിഭാഗം തരം കല്ലുകളും കാണാനാകും. മൂത്രത്തിൽ അണുബാധയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ മൂത്രം കൾച്ചർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? കല്ല് വരാതിരിക്കാനുള്ള കരുതലുകളാണ് ഏറ്റവും പ്രധാനം. ഒരിക്കൽ കല്ല് വന്നിട്ടുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. 1. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. 2 മുതൽ 2.5 ലിറ്റർ മൂത്രം പുറത്തുപോകാനുള്ള അളവിന് വെള്ളം കുടിക്കുന്നതാണ് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നതിനേക്കാൾ മുഖ്യം. ഇത് കല്ലുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും. 2. ഭക്ഷണശൈലി ക്രമീകരിക്കുക. ബീഫ്, മട്ടൺ, പോർക്ക്, ചെമ്മീൻ, കക്ക, കല്ലുമക്കായ ഇവയുടെ ഉപയോഗം കുറയ്ക്കുക. ഓക്സലേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളായ കാബേജ്, ചീര, കോളിഫ്ലവർ, നിലക്കടല, നട്ട്സ്, കോള, തക്കാളി ഇവ ഒഴിവാക്കുക. കാൽസ്യം അടങ്ങിയ വിഭവങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ മാത്രം കഴിക്കുക. ഉപ്പിന്റെ അളവ് കൂടാതെ സൂക്ഷിക്കണം. ജീവിതശൈലിയിലും ഭക്ഷണരീതിയിലും ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരിധിവരെ ഇതിന് തടയാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വേദനയോ മറ്റു ലക്ഷണങ്ങളോ കണ്ടാൽ അവഗണിക്കരുത്. ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച് ശരിയായ രോഗനിർണയവും ചികിത്സയും തേടേണ്ടത് അത്യാവശ്യമാണ്. നന്ദി.